ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചിപ്പൂസ് വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ തമിഴിൽ കണ്ട പോലെ ഡേ ഇൻ മൈ ലൈഫാണ്. എത്രത്തോളം ഷൂട്ട് ചെയ്യാൻ പറ്റുന്നറിയില്ല, പക്ഷെ ഞാൻ പറ്റുന്നത്ര ഷൂട്ട് ചെയ്യാം. വെൽക്കം ടു ദ വീഡിയോ. അപ്പോൾ ഞാൻ എണീറ്റ് പല്ലൊക്കെ തേച്ച് ഫ്രഷ് ആയിട്ടിരിക്കുകയാണ്. ഇനി ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം. അപ്പോൾ ഇന്ന് ക്ലാസ്സിലെ ദിവസമാണ്. അപ്പോൾ ഞാൻ ക്ലാസ്സിൽ പോകുന്നതൊക്കെ ഷൂട്ട് ചെയ്യാൻ നോക്കാം. എനിക്കറിയാതെ എത്രത്തോളം സക്സസ്ഫുൾ വീഡിയോ ആയിരിക്കും എന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ പറ്റുന്നത്ര ഞാൻ ഷൂട്ട് ചെയ്യും. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വയ്ക്കാനും പറയാം. ചേട്ടാ, ഡ്രസ്സ് ഞാൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഓവറായിട്ട് ആർഭാടായിട്ട് ഇനി പോകാറില്ല. കാരണം ഡെയിലി പോകണമാണ്. പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പഴയതാവും. പഴയ ഡ്രസ്സ് ഇട്ടിട്ട് ഞാൻ പോവാറ്. നല്ല വൃത്തിയിലാണ് പോവാറ്. അപ്പോൾ ഇനി ജസ്റ്റ് ഒരു റെഡി ആവലുണ്ട്. കൂടുതലൊന്നുമില്ല, കുറച്ച് 2-3 പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്തിട്ടൊന്ന് റെഡി ആവും. അത്രേ ഉള്ളൂ. അപ്പോൾ അത് കാണാം. ആദ്യം മോയ്സ്ചറൈസർ, പിന്നെ യൂസ് ചെയ്യുന്നത് സൺസ്ക്രീനാണ്. മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ. ലാസ്റ്റ് ഇടാൻ പോണത് നമ്മുടെ ഹിമാലയയുടെ പൗഡറാണ്, ബേബി പൗഡറാണ്. ഞാൻ ഇപ്പോൾ അടുത്ത് റീസെൻ്റ്ലി മേടിച്ചതാണ്. ഡെയിലി കോമ്പാക്റ്റ് ഒക്കെ ഇട്ട് പോകുന്നത് ഭയങ്കര ടാസ്ക്കാണ്, നല്ലതല്ല. പക്ഷെ ബേബി ഇത് പറ്റിപ്പൊളിയായിട്ട് പൗഡർ ഞാൻ യൂസ് ചെയ്ത് വെച്ചാൽ ഏറ്റവും നല്ല പൗഡർ അത്. ഒന്നാമത്തെ ബേബി പ്രോഡക്റ്റ് അല്ല, അപ്പോൾ അതിൻ്റെതായ ഒരു സോഫ്റ്റ് ഒക്കെ ഉണ്ട്, നല്ല കവർ ചെയ്യുന്നുണ്ട്. ഭയങ്കര സ്മൂത്താവും ഇതിട്ട് കഴിഞ്ഞാൽ ഫേസ്. അപ്പോൾ ഇതാണ് യൂസ് ചെയ്യാറ്. ചില സമയത്ത് ഞാൻ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ കോമ്പാക്റ്റിന് പകരം ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ അത് നല്ലതാണ്. അപ്പോൾ ജസ്റ്റ് ഐലൈനർ വരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ കൺമഷാണ് ഇടാല്, കാരണം വരുമ്പോഴത്തേനും ഞാൻ നല്ല ഭദ്രകളി പോലെ ഉണ്ടാവും. ജസ്റ്റ് മസ്കാര കൂടുതലായിട്ടൊന്നും ചെയ്തത് ഈ 3 സംഭവങ്ങളാണ് ഞാൻ ചെയ്യാറ്. മോയ്സ്ചറൈസർ, സൺസ്ക്രീന്, പിന്നെ ഈ പൗഡർ ഇടും. ലിപ്സ്റ്റിക്. ഇത് ഡെയിലി വെയറിന് പറ്റുന്ന ലിപ്സ്റ്റിക് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ പറയണമെന്ന് പ്ലമ്മിൻ്റെ. എൻ്റെ ഫ്രണ്ട് മൊറീഷ്യസിന് കൊടുക്കുന്ന വാട്സുണ്ട്. അതല്ലാണ്ട് വേറെ ആക്സസറീസൊന്നും ഞാൻ ഇടാറില്ല. അപ്പോൾ ഇത്രയുള്ളൂ. ഇനി ഞാൻ പോയി ഫുഡ് കഴിക്കും. ഓക്കെ, ലേറ്റ് ആയിക്കണം. ബൈ. അപ്പോൾ മഞ്ഞവെള്ളം ഞാൻ ഫസ്റ്റ് കുടിക്കാം രാവിലെ. പിന്നെ ദോശ ഉണ്ടെങ്കിൽ ചമ്മന്തി ഉണ്ട്. ഇതാണ് നിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഇത് കുടിക്കട്ടെ കേട്ടോ. ഉപ്പലാക്കി തരും ചുങ്കത്തേക്ക്. അവിടെ പിന്നെ ബസ്സിന് പോവാം. അയ്യോ, ഇപ്പം പോവാം. അമ്മ ടാറ്റ, അസ്സലാമു അലൈക്കും. അങ്ങനെ എടപ്പാൾ എത്തിക്കഴിഞ്ഞാൽ ഞാൻ തൃശ്ശൂർക്കുള്ള ബസ്സാണ് കയറുക. നെടുവിലാൽ വന്നിട്ട് ഇറങ്ങും. സീറ്റൊക്കെ ഉണ്ടാവാറുണ്ട് പോകുമ്പോൾ, പക്ഷെ ഭയങ്കര റഷായിരിക്കും. ചില സമയത്ത് നിൽക്കാൻ പറ്റുന്നുണ്ടാവുള്ളൂ, സീറ്റ് കിട്ടൂല. അപ്പൊ അന്നൊക്കെ സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്യും, അവിടെ ഒത്തിന് വരാം. ഫോണിലൊന്നും അങ്ങനെ കളിച്ചിരിക്കില്ല, കാരണം ചാർജ് ചെയ്യുന്നു. ആദ്യത്തെ 2 ദിവസം എനിക്ക് ഭയങ്കര ലോങ് ആയിട്ട് തോന്നുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഇപ്പോൾ ലോങ് ആയിട്ട് തോന്നാറില്ല.
പെട്ടെന്ന് എത്താറുണ്ട്. കാരണം ഞാൻ എത്തിക്കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ ഞാൻ കുന്നംകുളം കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഐസിട്ടൊന്ന് ഉറങ്ങും. അപ്പോൾ പിന്നെ അവിടെ എത്തിയിട്ട് ഞാൻ എണീക്കുള്ളൂ. അലാറം വെച്ചിട്ട് ഞാൻ കിടന്ന് ഉറങ്ങും. അപ്പോൾ പിന്നെ അത്ര ദൂരം എനിക്ക് തോന്നാറില്ല ഇപ്പോൾ. ബസ് ഇറങ്ങിയിട്ട് കുറച്ച് നടക്കാനുള്ളൂ. ഇതാണ് സിറ്റി സെന്റർ. സിറ്റി സെന്ററിൽ 3rd ഫ്ലോറിലാണ് എൻ്റെ ക്ലാസ് വരുന്നത്. ആക്ച്വലി ഞാൻ പഠിക്കുന്നത് DID ആണ്, ഡിപ്ലോമ ഇൻ ഇന്റീരിയർ ഡിസൈനിങ്. ഒരു 3 month കോഴ്സാണ്. നമ്മൾ ചെയ്യുന്ന പ്രൊജക്ട് സബ്മിറ്റ് ചെയ്യുന്നതനുസരിച്ചിരിക്കും ഇതിന്റെ കോഴ്സ് കംപ്ലീഷന്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇന്ന് വന്നിട്ട് ഒരു 2-3 മിനിറ്റ് ലേറ്റ് ആണ്. 10 മണിക്കാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക. ഞാനൊരു 9:45 ആകുമ്പോഴത്തേനും ഞാൻ എത്താറുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ 10 മണി കഴിഞ്ഞിട്ടാണ് എത്തിയത് കേട്ടോ. ഞാൻ വന്നപ്പോഴത്തേനും ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ നേരെ ക്ലാസ്സിൽ കയറുകയാണ് ചെയ്തത്. പിന്നെ ഫോണൊന്നും അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റില്ല. ഇതാണ് ക്ലാസ്. പിന്നെ അതിന് ശേഷം ലാബ് ഉണ്ടാവും. നമുക്ക് ടാസ്ക് തരും ഡെയിലി. അപ്പോൾ നമ്മൾ ചെയ്ത് പഠിച്ച കാര്യങ്ങൾ നമ്മൾ എന്തെങ്കിലും ടാസ്ക് സബ്മിറ്റ് ചെയ്തിട്ട് ഗ്രൂപ്പിലിടുക ചെയ്യുക ടീച്ചറിന്. അത് കഴിഞ്ഞ് നമുക്ക് അവിടുന്ന് പോവാം. അങ്ങനെ ക്ലാസ് നേരത്തെ കഴിഞ്ഞു. കാരണം ടാസ്ക് ആയിരുന്നു. ആ ടാസ്ക് ചെയ്ത് നമുക്ക് വീട്ടിൽ പോവാം. അപ്പോൾ ആ ടാസ്ക് ചെയ്തു എന്നിട്ട് പോകാമല്ലോ. അപ്പം ഞാൻ വീട്ടിൽ പോകാം. എനിക്ക് ശരിക്കും 12 മണി വരെയാണ് ക്ലാസ്. ക്ലാസ് കഴിഞ്ഞ് ഇവിടെ ഒരു പാൽ സർബത്ത് കിട്ടുന്ന കടണ്ട്. അവിടെ ഞാൻ മിക്കപ്പോഴും പാൽ സർബത്ത് കുടിക്കും. അപ്പോൾ ഇന്നും കുടിക്കാം. കുടിച്ചാണ്ടല്ലോ ഭയങ്കര റിലീഫാണ്. അപ്പോൾ ഞാൻ ഫുഡ് വീട്ടിൽ പോയിട്ടേ കഴിക്കുള്ളൂ, ഉച്ചക്കത്തെ ഫുഡ്. അപ്പോൾ അതുവരെ പിടിച്ചിരിക്കാനുള്ള ഒരു ഇതാണ്. ഇവിടുന്ന് ഞാനിനി ശക്തിനിലേക്ക് ബസ് കയറും. എന്നിട്ട് അവിടെ നിന്നാണ് എടപ്പാൾക്കുള്ള ബസ് കയറും. അങ്ങനെ പാൽ സർബത്ത് കുടിച്ചിട്ട് ഞാൻ നേരെ ബസ്സിൽ കയറി ശക്തേനിയിലേക്ക്. അവിടുന്ന് ശക്തേനിയിൽ നിന്ന് പിന്നെ എടപ്പാൾക്കുള്ള ബസ്സാണ് കയറുക. സീറ്റൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ സീറ്റിൽ ഇരുന്നിട്ട് ഉച്ചക്കത്ത് ഞാൻ ഫ്രൂട്ട്സ് എന്തെങ്കിലും കൊണ്ടുപോകും. അപ്പോൾ ആ ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിക്കും. ഇന്ന് ഞാൻ മുസമ്പിയാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് കഴിച്ച് പിന്നെ വീണ്ടും കിടന്ന് ഉറങ്ങും. എന്നിട്ട് എടപ്പാളത്തിന് ഞാൻ എണീക്കുള്ളൂ. അങ്ങനെ ഞാൻ ബസ്സൊക്കെ കയറി ഇവിടെ എത്തി. 2 ബസ്സാണ്. എടപ്പാളിന്ന് പിന്നെ വേറൊരു ബസ് കൂടി കയറിയിട്ടാണ് ഇവിടെ എത്താം. ഞാനിങ്ങനെ നടക്കും, വീട്ടിൽ കിടക്കും. ഇനിയിപ്പോൾ വീട്ടിലെത്തിയിട്ട് ഇതേ ഉള്ളൂ പിന്നെ ക്ലാസ്. ഉച്ചവരെ ക്ലാസ് ഉള്ളൂ. ഇപ്പോൾ സമയം 2:15 ഞാൻ വീട്ടിലെത്തുക. പിന്നെ ഞാൻ എത്തി ഫ്രഷായി ഫുഡ് കഴിച്ച് നിസ്കരിച്ച് പിന്നെ കുറച്ച് നേരം കിടക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ കളരി ഉണ്ടാവും. അപ്പോൾ പിന്നെ കളരിക്ക് പോകും. വൈകുന്നേരം ആവും, കളരി കഴിയും, കുറച്ചിരിക്കും. പിന്നെ എൻ്റെ ഫോണിൽ എന്തെങ്കിലുമൊക്കെ ഇരിക്കും. ഞാൻ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതൊക്കെയാണ് ഉണ്ടാവാറ്. അപ്പോൾ വീട്ടിലെത്തട്ടെ. വീട് പണി നടക്കണം. അപ്പോൾ ആ ഗൽക്കൊയ്ത്തായിട്ട് എടുക്കണം. അയ്യോ, അതിൻ്റെ പൂച്ചക്കുട്ടികൾ. ചേച്ചേ ഫുഡ് കഴിച്ച് ഫ്രഷായി. ഇനി കുറച്ച് നേരം കിടക്കും. ഇപ്പോൾ ടൈം വന്നിട്ട് 2:57. 4:30ക്കാണ് ക്ലാസ് ഉള്ളത്, കളരി ക്ലാസ് ഉള്ളത്. അപ്പോൾ അത് വരക്കും ഞാൻ ഫ്രീ ആയിരിക്കും. അപ്പോൾ ഞാൻ ഫോണിലൊക്കെ കളിച്ച് റെസ്റ്റ് എടുത്ത് കിടക്കും. ഓക്കെ, ഞാൻ കിടക്കും. ടിപ്പിക്കൽ ദിവസത്തിൽ ഇതൊക്കെ തന്നെ നടക്കാറ്. ഞാൻ ക്ലാസ്സിന് പോകും, രാവിലെ കളരി ഉണ്ടെങ്കിൽ കളരി ക്ലാസ്സിലുണ്ടാവും. ഇതൊക്കെ തന്നെയാണ് എൻ്റെ ഡേ ഇൻ മൈ ലൈഫിലുള്ള കാര്യങ്ങൾ കേട്ടോ. അതൊക്കെയാണ് ഇതിൽ ഉണ്ടാവുക. ഞാൻ ഉറങ്ങി എണീറ്റ് ഡ്രസ്സൊക്കെ മാറ്റി കളരി പോകാൻ റെഡി. ഇപ്പം സമയം 4:30 കഴിഞ്ഞു. 4:30ക്കാണ് കുട്ടികൾ വരിക. കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ യൂണിഫോം മാറ്റി ജേഴ്സിയൊക്കെ ഇട്ട് കളരി പോകാൻ നിൽക്കുകയാണ്. ക്ലാസ്സിനെ കുറച്ച് വിഷ്വൽസ് ഞാൻ ഷൂട്ട് ചെയ്യാം. ചായ ഒന്നും കുടിച്ചിട്ടില്ല. ചായ ഇന്ന് കുടിച്ചു. ഞാൻ അങ്ങനെ കുടിക്കാറൊന്നുമില്ല ചായ. നിർബന്ധമല്ല വൈകുന്നേരത്തെ ചായ. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കും. എന്നാലും കുറവാണ്. അറിയില്ല. എന്താണ്
നാളെ നമുക്ക് പരിപാടി ഉണ്ട്, അപ്പൊ ഞങ്ങൾ അതിന് പ്രാക്ടീസ് ചെയ്യണം. അറിയില്ല. കളറിലിറങ്ങി ഞങ്ങൾ കുറച്ച് നേരം പ്രാക്ടീസ് ചെയ്തു. നാളെ പരിപാടി ഉണ്ടായിരുന്നു, അപ്പൊ അതിന്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ലേറ്റ് ആയിട്ടാണ് കളരിയിൽ നിന്ന് കയറിയത്. പിന്നെ വീട്ടിലെത്തി ഫ്രഷ് ആയി ഫുഡ് കഴിച്ച് കിടന്നുറങ്ങുകയാണ് ചെയ്തത്. അപ്പൊ ഇതൊക്കെയാണ് ഉണ്ടാവാറ്. അപ്പൊ ഇത്രയുള്ള വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.